നമസ്തേ, ആപ് സभी का हमारे ചാനൽ पर ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ദുലാരെ പൽ എന്ന പേരിലാണ്. ദുലാരെ പൽ എന്ന് പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നാണ് ദുലാരെ പൽ എന്ന് പറയുന്നത്. നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രിയപ്പെട്ട നിമിഷങ്ങളുണ്ടാവും അല്ലേ? നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ലവ്ലി മൊമെൻറ്റ്സ് ഉണ്ടാവും. അതാണ് ദുലാരെ പൽ. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് കവിതയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ധൂപ് ആ ഗയി എന്ന് പറയുന്നത്. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലാണ്, ആ ഗയി എന്ന് പറഞ്ഞാൽ വന്നു. ധൂപ് ആ ഗയി, വെയിൽ വന്നു. എഴുതിയിട്ടുള്ളത് ആരാണ്? പ്രയാഗ് ശുക്ൽ. കവിയുടെ പേര് പ്രയാഗ് ശുക്ലാണ് കേട്ടോ. ഇത് പഠിക്കണം. കവിയുടെ പേരും നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. പ്രയാഗ് ശുക്ലിൻ്റെതാണ് ധൂപ് ആ ഗയി എന്ന് പറയുന്ന കവിത. നമുക്ക് കവിത പാടാം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की कलियाँ प्यारी प्यारी महकी, कलियाँ क्यारी क्यारी महकी, कलियाँ इतनी सारी महकी, हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. ഒന്നുകൂടി പാടാം. धूप आ गई सुबह सुबह की, कलियाँ प्यारी प्यारी महकी, कलियाँ क्यारी क्यारी महकी, कलियाँ इतनी सारी महकी, हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, ഫുദക് ഫുദക്കർ വേ ഭീമ ചഹക്കി. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും ഓഡിയോയും വീഡിയോയും ഒക്കെ. ഈ ചാപ്റ്ററിൻ്റെ ഓഡിയോയും വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മ്യൂസിക് ഇട്ടിട്ടാണ് ഈ കവിത വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ലാസ്റ്റ് പോർഷനായിട്ട് നിങ്ങൾക്ക് പാടാനുള്ള ഒരു അവസരമുണ്ട്, കുട്ടികൾക്ക് പാടാനുള്ള ഒരു അവസരമുണ്ട്. കരോക്കെ വിത്ത് ലിറിക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കവിത നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മ്യൂസിക്കിൻ്റെ കൂടെ നിങ്ങളും പാടാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നന്നായിട്ട് പാടാനും പറ്റും, അതേപോലെ നന്നായിട്ട് ഈ കവിത ആസ്വദിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ കവിത എന്ത് ചെയ്യണം? മ്യൂസിക്കിൻ്റെ കൂടെ നമ്മൾ പാടി പഠിക്കണം കേട്ടോ. അപ്പോൾ അതിലെന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കും അതുപോലെ പാടാൻ പറ്റൂ. അപ്പോൾ എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കരുത്. എല്ലാവരും നന്നായിട്ട് പാടി പഠിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആശയം നോക്കാം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലാണ്, ആ ഗയി വന്നു, സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, രാവിലത്തെ വെയിൽ വന്നു അല്ലേ. കലിയാം പ്യാരി പ്യാരി മെഹക്കി. കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ടാണ്, കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ, പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ മനോഹരമായ, മെഹക്കി സുഗന്ധം പരത്തി എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഈ വരിയിലെ അർത്ഥം? മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പരത്തി. ഇനി കലിയാം ക്യാരി ക്യാരി മെഹക്കി. കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകളാണ്, ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂത്തടം. ക്യാരി ക്യാരി എന്ന് പറയുമ്പോൾ ഓരോ പൂത്തടത്തിലും, മെഹക്കി എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തി. അപ്പോൾ പൂമൊട്ടുകൾ ഓരോ പൂത്തടത്തിലും സുഗന്ധം പരത്തി അല്ലേ. ഓരോ പൂത്തടത്തിലും പൂമൊട്ടുകൾ സുഗന്ധം പരത്തി എന്നാണ് കവി പറയുന്നത്. കലിയാം ഇത്തനെ സാരി മെഹക്കി. പൂമൊട്ടുകൾ ഒത്തിരി സുഗന്ധം പരത്തി എന്നാണ് കവി പറയുന്നത് അല്ലേ. ഓരോ പൂത്തടത്തിലും സുഗന്ധം പരത്തി. പിന്നെ ഒരുപാട് സുഗന്ധം പരത്തി. ആരാണ് സുഗന്ധം പരത്തിയത്? പൂമൊട്ടുകൾ അല്ലേ. നമുക്കറിയാം രാവിലെ ആകുമ്പോൾ, പ്രഭാതമാകുമ്പോൾ നമുക്കറിയാം വീട്ടുമുറ്റത്ത് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്താവും? പൂക്കൾ വിരിയുമ്പോഴുള്ള ആ നല്ല സുഗന്ധം നമ്മുടെ വീട്ടുമുറ്റവും പരിസരമൊക്കെ പരന്നിട്ടുണ്ടാവും. ആ ഒരു പ്രഭാത വർണ്ണനയാണ് കവിയുടെ ചെയ്തിട്ടുള്ളത്.
അടുത്തത് നോക്കാം. ഹവ ബഹ്രഹി ഠണ്ഡി ഠണ്ഡി. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. ബഹ്രഹി ബഹ്രഹി എന്ന് പറഞ്ഞാൽ എന്താണ്? വീശിക്കൊണ്ടിരിക്കുന്നു. ഠണ്ഡി ഠണ്ഡി, ഠണ്ട എന്ന് പറഞ്ഞാൽ തണുത്ത, ഠണ്ഡി ഠണ്ഡി തണുത്ത, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി, ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഘൂം രഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുന്നു. ഘൂം രഹി ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുന്നു. ബഹക്കി ബഹക്കി എങ്ങനെയാണ്? തത്തിക്കളിച്ചുകൊണ്ട് ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുന്നു ആ കാറ്റ്. ആ കാറ്റിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഹവാ ബഹ്രഹി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ആ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റിയടിച്ചുകൊണ്ട് അല്ലേ, തത്തിക്കളിച്ചുകൊണ്ടത് ചുറ്റിയടിക്കുന്നുണ്ട് അല്ലേ. കാറ്റെങ്ങനെയാണ്? ഹവാ ബഹ്രഹി ഠണ്ഡി ഠണ്ഡി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? തത്തിക്കളിച്ചു കൊണ്ടത് ചുറ്റിയടിക്കുന്നുണ്ട് അല്ലേ, ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാറ്റിനെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ ആരാണ് വന്നത്? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം ഫുദക് ഫുദക്കർ വേ ഭീ ചഹക്കീം. ഉടുത്തി, ഉടുന എന്ന് പറഞ്ഞാൽ പറക്കുക. ഉടുത്തി ഉടുത്തി പറന്ന് പറന്ന്, ആയി എന്ന് പറഞ്ഞാൽ വന്നു, ചിടിയ, ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി, ചിടിയ പക്ഷികൾ, പറന്ന് പറന്ന് പക്ഷികൾ വന്നു. പിന്നെയോ ഫുദക് ഫുദക്കർ വേ ഭീ ചഹക്കി, ചാടിച്ചാടിക്കൊണ്ട് അവരും ചിലച്ചു അല്ലേ, ചാടിച്ചാടിക്കൊണ്ട് അവരും ചിലച്ചു. ഫുദക് ഫുദക്കർ എന്ന് പറഞ്ഞാൽ ചാടിച്ചാടിക്കൊണ്ട്, ചഹക്കി എന്ന് പറഞ്ഞാൽ ചിലച്ചു, വേ ഭീ എന്ന് പറഞ്ഞാൽ അവരും, വേ എന്ന് പറഞ്ഞാൽ അവർ, വേ ഭീ എന്ന് പറയുമ്പോൾ അവരും, ചാടിച്ചാടിക്കൊണ്ട് അവരും ചിലച്ചു അല്ലേ. രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം എന്താണ്, പക്ഷികളൊക്കെ ഇങ്ങനെ ചിലക്കുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ രാവിലത്തെ ഒരു വർണ്ണനയാണ് ഇവിടെ കവി ചെയ്തിട്ടുള്ളത്. പ്രഭാതത്തിലാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് അല്ലേ. സൂര്യൻ ഉദിക്കുമ്പോഴാണ് പ്രഭാതം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പ്രഭാത വർണ്ണനയാണ് കവി നമുക്ക് ചെറിയൊരു കവിതയിലൂടെ നമ്മുടെ മുമ്പിൽ വർണ്ണിച്ചിരിക്കുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കവിത നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രഭാത വർണ്ണന നമ്മുടെ മനസ്സിലും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കവിത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ കവിതയുടെ എല്ലാ മീനിങ്സും നമ്മുടെ ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. കായ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? രംഗ് ബരേം എന്ന് പറഞ്ഞിട്ട് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പൂമൊട്ടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? കളർ ചെയ്യുക. നിങ്ങളെല്ലാവരും കളർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് യഹ് കലി ഹേ. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, കലി എന്ന് പറഞ്ഞാൽ മൊട്ട്, പൂമൊട്ട്. യഹ് കലി ഹേ, ഇത് പൂമൊട്ടാകുന്നു, ഇത് പൂമൊട്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. യേ ചിടിയാ ഹേ. യഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്, ദിസ്. യഹ് എന്ന് നമ്മൾ പറയും, യ ചിടിയാ ഹേ എന്ന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യും. അപ്പോൾ ഇത് പക്ഷിയാകുന്നു, ഇത് പക്ഷിയാകുന്നു. യേ കലി ഹേ, ഇത് പൂമൊട്ടാകുന്നു. യേ ചിടിയാ ഹേ, ഇത് പക്ഷിയാകുന്നു. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ കളേഴ്സ് പഠിക്കാനുണ്ട്. ലാൽ ഉണ്ടാവും. ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. റെഡ് കളറിന് ലാൽ എന്ന് പറയും. ഹര പച്ചയാണ്. കാല കറുപ്പാണ്. നീല നീലയാണ്. അതേപോലെ നമുക്ക് ഒരുപാട് കളേഴ്സ് നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ശബ്ദ പഹചാനെ കവിതാമേ രേഖാങ്കിത് കരെ. നമ്മൾ ഈ ബലൂൺസിൽ കൊടുത്തിട്ടുള്ള ശബ്ദങ്ങൾ വായിച്ചിട്ട്, വാക്കുകൾ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കവിതാ ഭാഗത്ത് അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? കലിയാം, ക്യാരി, ചിടിയാം, ഹവ, ധൂപ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ പാഠഭാഗത്ത്, കവിതാ ഭാഗത്ത് എന്ത് ചെയ്യുക? അണ്ടർലൈൻ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ വേർഡ്സിൻ്റെയും അർത്ഥങ്ങൾ പഠിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകളാണ്. ക്യാരി പൂത്തടം, ചിടിയ പക്ഷികൾ, ഹവ കാറ്റ്, ധോബ് വെയിൽ. അപ്പോൾ കളേഴ്സ് എന്തായാലും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കണം.
പീല യെല്ലോ, യെല്ലോ കളറിന് നമ്മൾ പീല എന്നാണ് പറയുന്നത്. മഞ്ഞ. ലാൽ റെഡ് കളറാണ്, ചുവപ്പ്. ഹര ഗ്രീനാണ്, പച്ച. നീല ബ്ലൂ കളർ, നീല. കാല ബ്ലാക്കാണ്, കറുപ്പ്. സഫേദ് വൈറ്റ്, വെള്ള. നാരങ്ങി ഓറഞ്ച്, ഓറഞ്ച്. ബൈങ്കനി വയലറ്റ്, വയലറ്റ്. ഗുലാബി പിങ്ക്, പിങ്ക്. ഭൂര ബ്രൗൺ, തവിട്ട് നിറം. അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും കളേഴ്സിൻ്റെ പേര് പഠിക്കണം. കാരണം ഹിന്ദിയിൽ കളേഴ്സിൻ്റെ പേര് പഠിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ നീലക്ക് നീല എന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ ഓറഞ്ച് കളറിന് എന്താണ്, നാരങ്ങി. നമുക്ക് നാരങ്ങ ഓർത്താൽ മതി അല്ലേ, ഓറഞ്ച് ഓർത്താൽ മതി. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നാരങ്ങിയാണ് നമുക്ക്. അതേപോലെ വയലറ്റ് കളറിന് എന്താണ്, വഴുതനങ്ങയുടെ കളറാണ് ബൈങ്കൻ. ബൈങ്കൻ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ്, ബൈങ്കനിയാണ് വയലറ്റ് കളർ. അതേപോലെ ഗുലാബ്, ഗുലാബ് എന്താണ്, റോസാപ്പൂവാണ്. ഗുലാബി എന്ന് പറഞ്ഞാൽ പിങ്കാണ്. അപ്പോൾ ലാൽ റെഡ്, ലാൽ കില എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളാണ്. പീല മഞ്ഞ, ലാൽ ചുവപ്പ്, ഹര പച്ച, നീല നീല, കാല കറുപ്പ്, സഫേദ് വെള്ള, നാരങ്ങി ഓറഞ്ച്, ബൈങ്കനി വയലറ്റ്, ഗുലാബി പിങ്ക്, ഭൂര തവിട്ട് നിറം. ഇത്രയും നിറങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാടി പഠിക്കണം, കവിത നന്നായിട്ട് പാടി പഠിക്കണം. അതേപോലെ തന്നെ ഈ കാര്യങ്ങളും നിറങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. വാക്കുകളൊക്കെ ഒന്ന് നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. വാക്കുകളുടെ അർത്ഥങ്ങളും നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.